السلام عليكم ورحمة الله. كيف حالكم وأخباركم؟ عساكم طيبين. الأحباء المشتركين مرحبا بكم إلى الدار العربية. ദാർ അൽ അറബിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്. എന്തേ വന്നില്ല, എന്തേ വരുന്നില്ല. അല്ലെ, ഒരുപാട് പാട്ടുകളിൽ ചില വരികളൊക്കെ ഉണ്ട് ഇങ്ങനെ, എന്തേ വന്നില്ല, എന്തേ വരുന്നില്ല. ശരി, അപ്പോൾ എന്തേ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ഭൂതകാലക്രിയയിലെ പാസ്റ്റ് ടെൻസിലെ ഒരു ചോദ്യമാണ് അല്ലെ. എന്തേ വന്നില്ല, ഞാൻ ഇന്നലെ വിളിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ വിളിച്ചു, പക്ഷെ നീ വന്നില്ല, എന്തേ വന്നില്ല എന്ന് ചോദിക്കുമല്ലോ. ഇനി എന്തേ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, അല്ല ഒരുപാട് തവണ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, പക്ഷേ അവിടേക്ക് വരുന്നില്ല, എന്തേ വരുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ട് കോണ്ടക്സ്റ്റിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആദ്യം വന്നു എന്നുള്ളതിന്റെ വാക്കാണ് ആദ്യം നമുക്കറിയേണ്ടത്. വന്നു അല്ലെ, വന്നു എന്നുള്ളതിന് ജാ എന്നാണ് എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജാ എന്ന് പറഞ്ഞാൽ വന്നു അല്ലെ, ജാ വന്നു. ശരി, അതായത് അവൻ വന്നു എന്നാണ് ശരിക്കും അർത്ഥം, അത് നമുക്കറിയാം. ഇനി നീ വന്നു എന്ന് പറയണം, നീ വന്നു. അപ്പോ നീ വന്നു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ജീത് എന്നതാണ് അല്ലെ. ജീത് എന്ന വാക്ക്, അതിനു മുൻപ് ഇൻത, ഇൻതി, അന, ഈ മൂന്ന് സർവനാമങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ അത് കോണ്ടക്സ്റ്റ് അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ വേണ്ടത്? നീ വന്നില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണം അല്ലെ. നീ ആണുണ്ട് പെണ്ണുണ്ട് അല്ലെ. അപ്പൊ നീ വന്നില്ല എന്ന് നമുക്ക് ചോദിക്കേണ്ടത്. ശരി, അപ്പോൾ നീ വന്നു എന്നുള്ളതിന് നമുക്ക് ആദ്യം എഴുതണം. ഓക്കെ, രണ്ട് കോണ്ടക്ഷൻ ഉണ്ടല്ലോ, ഇൻത ഉണ്ട്, ഇൻതി ഉണ്ട് അല്ലെ. ഇൻത, ഇൻതി. ശരി, ഇനി ഇവിടെ വന്നു എന്നുള്ളതിന് ജീത്ത് എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ്? വന്നില്ല എന്നാ പറയേണ്ടത് അല്ലെ. വന്നു എന്നുള്ളത് നമുക്കറിയാം, ജീത്ത്. അപ്പൊ വന്നില്ല എന്നുള്ളതിന് ഒരു മാ ചേർത്ത് കൊടുത്താൽ മതി. മാ ജീത്ത്, ഒരു മാ ചേർത്ത് കൊടുത്താൽ വന്നില്ല എന്നായി. ഓക്കെ, അപ്പൊ ഇൻസ് മാ ജീത്ത്, ഒരു ആണ് എന്നോട് പറയാണ് നീ വന്നില്ല. ഇൻതി മാ ജീത്ത്, പെണ്ണോടും പറയുന്നു നീ വന്നില്ല. ഇനി എന്തേ വന്നില്ല അല്ലെ, വൈ എന്നതാണ് ചോദ്യം. വൈ എന്നുള്ളതിന് സംസാര ഭാഷ ഉപയോഗിക്കുന്നത് ലേഷ് എന്നാണ്. ഓക്കെ, ലേഷ്. ഓക്കെ, ലേഷ് എന്ന് ചോദിച്ചാൽ എന്താണ്, എന്തുകൊണ്ടാണ് എന്നായി. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. ലേഷ് ഇൻത് മാജീദ്, ലേഷ് ഇൻത് മാജീദ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടാൽ ആയി. ഓക്കെ, ഒറ്റ സ്ട്രോക്കിൽ എഴുതിയാൽ ലേഷ് ഇൻത് മാജീദ്, നീ എന്തേ വന്നില്ല എന്നായി. ഓക്കെ, ഇവിടെ ഇൻ എന്നുള്ളത് ഇൻതി എന്നാക്കിയാൽ ആ ചോദ്യം പെണ്ണിനോടായി. ലേഷ് ഇൻതി മാജീദ്, നീ എന്തേ വന്നില്ല എന്നായി. അപ്പൊ എന്തേ വന്നില്ല എന്ന് എന്താണ്? നീ എന്നുള്ളതാണ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നത് അല്ലെ. ഞാൻ ആരോടെ സംസാരിക്കുന്നത്? ആ സംസാരിക്കുന്ന ആളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നീ എന്തേ വന്നില്ല എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. ഓക്കെ, അപ്പൊ ലേഷ് ഇൻതി മാജീദ് എന്ന് പറഞ്ഞാൽ ഒരാണിനോട് ചോദിക്കുന്നത് നീ എന്തേ വന്നില്ല. ഈ പെണ്ണിനോടാണെന്നുണ്ടെങ്കിൽ ലേഷ് ഇൻതി മാജീദ്, എന്തേ വന്നില്ല എന്നായി. അപ്പൊ എന്തേ വന്നില്ല എന്നുള്ളതിന് ഉത്തരം കിട്ടിയല്ലോ. ലേഷ് ഇൻതി മാജീദ് എന്ന് ചോദിച്ചാൽ എന്തേ വന്നില്ല എന്നായി. ഓക്കെ, ഇനി എന്തേ വരുന്നില്ല എന്നാണ്. എന്തേ വരുന്നില്ല, വരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്. അപ്പോൾ വരുന്നു എന്നുള്ളതിന് യജി എന്നാണ് പറയാം. യജി എന്ന് പറഞ്ഞാൽ വരുന്നു. ഇനി നീ വരുന്നു എന്നുള്ളതിന് തീജി എന്നാണ് സ്പോക്കണിൽ ഉപയോഗിക്കുന്നത്. തീജി. ഓക്കെ, തീജി എന്ന് പറഞ്ഞാൽ നീ വരുന്നു എന്നാണ്, തീജി. ഓക്കെ, പിന്നെ തീജി എന്നാണ് സ്പോക്കണിൽ ഉപയോഗിക്കുന്നത്. അത് ഒരാണിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പെണ്ണിനാണെന്നുണ്ടെങ്കിൽ തീജീൻ എന്ന് പറയാം. തീജീൻ. ശരിക്ക് തജീ എന്നാണ് ഫുസ്ഹയിൽ പറയുക, സ്പോക്കണിലേക്ക് തീജി എന്നാണ് അവർ ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത്. ഓക്കെ, തീജീൻ എന്ന് പറഞ്ഞാൽ അത് പെണ്ണായി. ഓക്കെ, അപ്പൊ രണ്ടിന്റെ അർത്ഥം നീ എന്നുള്ളതാണ്. അപ്പോ വന്നു അല്ല വരുന്നു എന്നുള്ളതിന് തീജീൻ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഇനി വരുന്നില്ല എന്നുള്ളതിന് എന്ത് ചെയ്താൽ മതി? ഒരു മാ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, മാ തീജി. ഓക്കെ, മാ തീജീൻ. ഓക്കെ, ഇനി ഇവിടെ ഇൻത എന്നുള്ളത് ചേർത്ത് കൊടുക്കണം എന്നില്ല, കാരണം തീജി എന്നുള്ളത്
നീ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് ഇൻത ചേർക്കണം എന്നില്ല. ഓക്കെ, ഇനി സ്പെസിഫൈ ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻത് എന്ന് ചേർക്കാം. എന്തേ എന്നുള്ളതിന് ലേഷ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ചേർക്കാം. ഓക്കെ, ലേഷ് എന്ന് പറഞ്ഞാൽ വൈ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ലേഷ് ഇൻത് മാ തീജി, എന്താണ് നീ വരാത്തത്, എന്താ നിന്റെ പ്രശ്നം, എന്തുകൊണ്ട് നീ വരുന്നില്ല എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെയും എന്ത് ചെയ്യാം, ലേഷ് ചേർക്കാം. ഓക്കെ, ലേഷ് ഇൻതി മാ തീജീൻ. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്ക്, ലേഷ് ഇൻത് അല്ലെങ്കിൽ ഇൻതി മാ തീജി അല്ലെങ്കിൽ മാ തീജീൻ. ഇങ്ങനെ ചോദിച്ചാൽ എന്തായി, എന്തേ നീ വരുന്നില്ല അല്ലെ. അപ്പോൾ എന്തേ വന്നില്ല എന്നുള്ളതും എന്തേ വരുന്നില്ല എന്നുള്ളതിനും നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണ്ട, മറ്റേ മുമ്പത്തെ രീതിയിലുള്ള ഇൻതമാ ഈജി, ഇൻതമാ ഈജി വന്നതിനും വരുന്നതിനും പോകുന്നതിനും എല്ലാത്തിനും അതെന്ത് ചെയ്യേണ്ട, നമ്മൾ ഇനി ഉപയോഗിക്കേണ്ട, അതിന് പ്രത്യേക രൂപമാണ്. ഓക്കെ, അപ്പൊ എന്തേ വന്നില്ല എന്നുള്ളതിനും എന്തേ വരുന്നില്ല എന്നുള്ളതിനും കൃത്യമായി നമ്മൾ പഠിച്ചു. ഇനി ഇതെന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. മഅസ്സലാമ.